മലയാളികളോ, നമുക്ക് നല്ല അടിപൊളി വറുത്തരച്ച സാമ്പാറിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ? വയോ. എല്ലാവർക്കും സുഖനല്ലേ പാ? എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് കണ്ണൂർ സ്റ്റൈല് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ? എന്നാൽ പിന്നെ അതിന് വേണ്ട പച്ചക്കറികളും പരിപ്പും എല്ലാം എടുത്തു വെക്കണേ. പരിപ്പ് സാമ്പാറല്ലേ നമ്മൾ ആക്കുന്നത്. അപ്പോൾ പച്ചക്കറീൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് എടുക്കണം. ആ സമയം ഉണ്ടടാ ആദ്യക്കൂട്ടം നമുക്ക് തേങ്ങയെല്ലാം ചെരുവി സഹായിക്കുന്നുണ്ടേ. നല്ല മോനാ, നിങ്ങളെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ മോന്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പച്ചക്കറികൾ കുറച്ച് കനത്തിൽ തന്നെ മുറിക്കണേ. കാരണം ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് രസം ഉണ്ടല്ലോ. സാമ്പാറിന് നമ്മുടെ നാട്ടിൽ വലിയ പൊണ്ണൊക്കെ കഷ്ണമായിട്ട് മുറിക്കുക. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് പരിപ്പാണ്. പരിപ്പെല്ലാം കൈ സെറ്റാക്കി അതുപോലെ പച്ചക്കറി മുറിച്ചിട്ട പച്ചക്കറി എന്ത് ചെയ്തു പരിപ്പിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു അതിൻ്റെ കൂടെ നമുക്ക് പറ്റാത്തത് തക്കാളി, മുരിങ്ങാക്കോല്, വെണ്ടക്ക, ഇത് മൂന്നും നമ്മൾ ലാസ്റ്റേ ഇടൂലു കേട്ടോ. കാരണം ബന്ധടിയുന്നതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് എന്ത് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. ആ സമയം ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വറുക്കണ്ടേ തേങ്ങ, അതിനുള്ള തേങ്ങ എന്ത് ചെയ്ത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി. അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി വേണേ, എന്നാലേ നമ്മളിത് സംഭവം ആവുള്ളൂ. അതിനായിട്ട് 3-4 വറ്റൽമുളക്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം വെളുത്തുള്ളി ആകെ 2 പീസെല്ലാം മതി. എനിക്ക് പിന്നെ ചെറിയ വെളുത്തുള്ളിയാണ് കുറച്ച് കൂടിപ്പോയതാപ്പാ. പിന്നെ അതിൻ്റെ കൂടെ വേണ്ട എന്താ പറയുക കുറച്ച് ഉലുവയും പിന്നെ വേറെ ഒരു സാധനം കൂടി വേണം. എന്താന്ന് നമ്മളെ ജീരകമല്ലേ മോനെ മെയിന്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ എന്തെല്ലോ ഇടുന്നുണ്ട്. കരിവേപ്പില ഇടണം, ഒരു കഷ്ണം ഉള്ളി ഇടണം. ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ പിന്നെ സവാള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഓർമ്മ കരിവേപ്പിലയും കൂടി വേറിയിട്ട് നല്ലോണം ഇളക്കണം. നല്ലോണം കളറാക്കി വരണേ. നമ്മൾ തേങ്ങ നല്ലോണം മൊരിഞ്ഞെന്ന് കാണുമ്പോൾ ആണ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുള്ളത്. എന്തെല്ലാം പൊടിയാണെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടി മാത്രം പോരാ, മല്ലിപ്പൊടി മാത്രമേ നമുക്ക് സാമ്പാറാവില്ലല്ലോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടണം. മുളക് പൊടി അറിയില്ലേ, കാശ്മീരി ആയാലും ഇടാം, നിങ്ങൾക്ക് എരിവുള്ള വേണമെങ്കിൽ എരിവ് ഇടാം, ഏതായാലും ഓപ്ഷനിലാണേ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ട് ഇടുന്ന സാമ്പാർ പൊടി, സാമ്പാറല്ലടോ മെയിന്, സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയാലുണ്ടല്ലോ സംഭവം പൊളിച്ചേ. ഇങ്ങനെ കറുത്ത കളറ്, കറുപ്പല്ല, ഇപ്പോൾ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നല്ലൊരു മണം വരാനുണ്ട് മക്കളെ. അതെന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടങ്ങ് അടിക്കണം. പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറിയെല്ലാം കുറച്ച് ബന്ധിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഈ അരപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ള ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിടുന്നത്. നമുക്ക് അത്യാവശ്യം പുളിയെല്ലാം വേണം, എന്നാലേ നമുക്ക് സാമ്പാർ ഇഷ്ടമുണ്ടാവുള്ളൂ. അപ്പോൾ ആ പുളി ഞാനെന്താ ചെയ്തു തരാം, മിക്സിയിൽ അരച്ച ആ ജാറിൽ തന്നെ ഇതാക്കിയിട്ട് ഒഴിച്ച്. കാരണം എളുപ്പപ്പണിയല്ല നമുക്ക് മെയിന്. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് എന്താ ഇടേണ്ടത് നിങ്ങൾക്കറിയില്ല എന്തെന്നാ നമ്മൾ ഇടുവാന്ന്. എന്താ കടുക്, നമുക്ക് കാച്ചാൻ മെയിൻ എന്നാ വേണ്ടത് കടുകാണ് കേട്ടോ വേണ്ടത്. കടുക് ഇങ്ങനെ ചടപടയെന്ന് പൊട്ടണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൊട്ടുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചൊരു സാധനം ഇടാനുണ്ട്. എന്നാ ഇടുക, ഉലുവ. നല്ല കടുവയും ഉലുവയും കൂടിയിട്ട് ഇങ്ങനെ പടവട പൊട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വറ്റൽമുളക് അങ്ങോട്ട് പൊട്ടിച്ചിടുക. 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക, കാരണം നമ്മൾ ഓൾറെഡി അരപ്പിലെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെണ്ടയ്ക്കയും തക്കാളി ഇതെല്ലാം ഇല്ലേ, അതൊന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞ് മക്കളെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഈ സാമ്പാറിൽ എന്ത് ചെയ്യണം, കുറച്ച് കായവും കൂടി ചേർത്താൽ അടിപൊളിയാവും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിനാ?